ക്രിസ്മസ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാട്ടോ നമ്മള്. ഒരു സംഭവം കിട്ടിയിട്ടില്ല ഇതുവരെ. ക്രിസ്മസിൻ്റെതായ ഒരു സാധനങ്ങളും ഒരു കടയിലും ഇല്ല. നമ്മളിപ്പോ 1-2 കടയിലായി കയറി ഇറങ്ങണു. ഇനി ഒരു 2-3 എണ്ണത്തിലും കൂടി കയറി നോക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പൊ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് നടക്കാം ക്രിസ്മസിന്റെ അന്ന്. ഇനിയിപ്പോ അടുത്ത ഇതിലേക്കാ പോവാ? H&M റിവയും കൂടി ഉണ്ട്. എന്താ ചെയ്യാ? ഇതോ? എന്താ ചോക്ലേറ്റോ? ഓക്കെ, വാങ്ങ പോയിട്ട്. പൈസ കൊടുത്തോ? താനല്ലേ എടുത്ത്. നമ്മൾ മാറി മാറി കടകൾ കയറി പരീക്ഷിച്ചോണ്ടിരിക്കട്ടാ. ഇതെങ്ങനെയുണ്ട്? ഇതില് എസിക്ക് രസമുണ്ട്. ഇതിന്റെ അടിയിൽ എന്താണ്? പക്ഷെ ഇത് വേണോ? അത് താഴ്ത്തിയിടച്ചു എസി. നോക്കട്ടെ. ഇത് കുട്ടാണല്ലോ എസിയ. ഇഷ്ടപ്പെട്ടാ? ഇത് എടുക്കണോ? ഓക്കെ, പോയി മാറ്റിയിട്. ഇത് പൂച്ചട്ടാ എനിക്ക് ട്രീയാ. പക്ഷെ ഇതാ കുറച്ചുകൂടെ നല്ലത് കേട്ടാ. ഏതാ ട്രീ? വേണ്ട, ഇതാ പൊന്നു നല്ലത്. എ സി ഒക്കെ നടന്ന് മടുത്തതാ. ഭക്ഷണം കഴിപ്പ് തുടങ്ങി ഒരു ഭാഗത്ത് ഇരുന്നിട്ട് കേട്ടോ. അച്ഛൻ്റെ ഡ്രസ് എങ്ങനെയുണ്ട്? താർത്തില്ലേ? ഹാപ്പി? എന്നാ ഊരിയിട്ടോളോ. പക്ഷെ അത് അടി സോക്സ് ആണ്. എന്താ എന്താ നോക്കിയതാ? ബാ ബാ ബാ. നടന്ന് ക്ഷീണിച്ച അവസാനം നമ്മൾ ചില്ലീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കഴിക്കാതെ ഇനി മുന്നോട്ട് ഒരടിയില്ല. എന്താ മൊത്തത്തിലെല്ലാം ശോകാവസ്ഥ കേട്ടോ. ഉച്ചയ്ക്ക് സമയം 2 മണിയല്ലേ? 2:15 കണ്ട. റെസ്റ്റോറന്റിലൊന്നും ഒരു മനുഷ്യക്കുട്ടിയില്ല, കാലിയാണ് കണ്ട. നമ്മള് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം? പക്ഷെ പ്ലാസ്റ്റിക് അല്ല. അതിന്റെ മുകളിൽ എങ്ങനെ എഴുതണ? ഞോഞ്ഞി ഇവിടെ ഇരുന്ന് എന്താ ചെയ്യണ? ഓ ഞോൻ അയാൾ കഥ എഴുതുകയാണ്. ഞോഞ്ഞിയുടെ പുതിയ എന്താ പറയാ സൃഷ്ടികൾ പുറത്തിറങ്ങാൻ പോണല്ലോട്ടാ ഞോഞ്ഞി. ഞോഞ്ഞി ഇങ്ങോട്ട് നോക്കടോ. എന്നാ തന്റെ പുസ്തക പ്രകാശനം? ഞോഞ്ഞി കഥകൾ എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബുക്കിലും. ഓ ഇങ്ങോട്ട് നോക്കടോ. ബ്രോ ലുക്ക് അറ്റ് ഹിയർ മാൻ. ഭക്ഷണങ്ങളൊക്കെ ഓരോന്നായി വന്നു തുടങ്ങി. അച്ചു തീറ്റയും തുടങ്ങി. ഇത് നമ്മുടെ ഒരു ചിക്കൻ കജൂൺ ബർഗർ ആട്ടോ. നല്ല അടിപൊളി സംഭവം തോന്നണോ? ഈ സംഭവം എന്താടി? മലയാ? ഓ എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാ ആ സംഭവമാണിത്. കാണാനൊരു ഗ്ലാമറൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേർക്കൊരു ഇതെന്താ ചിക്കൻ നഗറ്റ്സോ? ചിക്കൻ സ്ട്രിപ്സും ഉണ്ട്. ഇനി ബാക്കിയുള്ള സാധനം പുറകെ വരുന്നുണ്ട് കേട്ടോ. കജൂൺ ഗ്രിൽ ചിക്കൻ ബർഗർ എങ്ങനെയുണ്ട് നോക്കാട്ടോ. ഇതൊരു ലോഡ് ഉണ്ട് കേട്ടോ. ഒരു പറ പോലെയാണ് ഉണ്ടല്ലേ? എല്ലാം താഴേക്ക് കിടണം. അടിപൊളി കേട്ടോ. അടിപൊളി. എന്താ ഈ മല ഒന്ന് തുറന്ന് ഓപ്പൺ ആക്കിയത്? ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം? ചിക്കനാണ് അത്? പിന്നെ ചിക്കനും വെജിറ്റബിൾസ് എല്ലാം കൂടെ എങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം. ഓ ഇത് സാലഡ് ആണല്ലേ? അവക്കാഡോ, ചിക്കൻ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതൊരു സാലഡ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇവർക്ക് കഴിക്കാൻ ക്രിസ്പി സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഗുഡ്. ജ്യൂസ് കുടിക്കാം. താൻ വല്ലതും കഴിക്കുക എന്നിട്ട് ഗുഡ് പറയാം. നമ്മൾ ആദ്യം തിന്നത് ഒരു കരക്കടിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അടുത്തത് എത്തി. ഇതൊരു മിക്സ് അപ്പറ്റൈസർ ആണ്. ഇതെന്താ എഗ് റോളോ? എഗ് റോള്, പിന്നെ ഒരു 2 മിനി ബർഗർ. ഇത് ബീഫാണ്.
പിന്നെ ചിക്കൻ ഉണ്ട് ഇവിടെ, അതിൻ്റെ കുറേ ഡ്രസ്സിങ്ങും സംഭവങ്ങളൊക്കെ. പിന്നെ അതവിടെ ടാക്കോസ് ഉണ്ട്, ടാക്കോസിൻ്റെ കൂടെ റൈസ്, പിന്നെ അതിൻ്റെ സലാഡുകൾ. അപ്പം ഇത് തീർന്നു വരുമ്പോഴേക്കും ഇന്ന് ഇനി രാത്രിക്ക് ഭക്ഷണം വേണ്ട, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഒരു നേരമാവും. ഞോഞ്ഞിയുടെ മെക്സിക്കൻ ടാക്കോസ് ഒന്ന് പരീക്ഷിച്ചു നോക്കിയേ. അങ്ങനെ വെച്ചടിക്കേ. ഓ അങ്ങോട്ട് കഴിക്കാങ്ങട് ഒന്നും കിട്ടണില്ലല്ലോ. എങ്ങനെയുണ്ട്? അതിന് വായിലേക്ക് വല്ലതും കേറിയോ ഗുഡ് എന്ന് പറയാൻ? ബർഗർ കഴിക്കരുത്. ഇത് എന്തുട്ടാ ഈ ബർഗറിന്റെ ഉള്ള സാധനങ്ങളൊക്കെ വീതിച്ചു വെക്കണ? എവിടെ ബീഫ്? അത് ബീഫൊന്നുമല്ല, ചിക്കനാത്, ഗ്രിൽ ചിക്കനാത്. കഴിച്ചോ? അത് എല്ലായിടത്തും ബർഗറിന് വീതം വെക്കിയ പുറത്തേക്ക്. കഴിക്കെടുത്ത് കഴിക്കുക. ഇത് കണ്ടില്ല, അച്ചു മാത്രമാണ് അവിടെ നിന്ന് ഗുഡായിട്ട് ഫുള്ളായി കഴിക്കണുള്ളൂ. ഗുഡ് അത്തേ, ഞാൻ അടുത്ത ഫുഡ് അത്തേക്ക് ഇപ്പൊ വരുത്താം. രാവിലെ എല്ലാ ഫുൾ ഭക്ഷണവും കഴിച്ചു, ടൊമാറ്റോന്ന്. ഇനി ഇപ്പോഴത്തെ ഫുൾ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ പരിപാടി കൊണ്ട് കഴിഞ്ഞു കേട്ടാ. കണ്ടില്ലേ, ടേബിളൊക്കെ കാലിയായി. ടേബിള് കാലിയാവാൻ കാരണം വേറെ ഒന്നുമല്ല, അതാ എല്ലാം പാഴ്സൽ എടുത്തിരിക്കുക. പകുതിയിലും കൂടുതൽ സാധനങ്ങൾ പാഴ്സൽ എടുത്തു. നമ്മളെ കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല കേട്ടാ, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ഇതാ 2 എണ്ണം അവിടെ അടി ആ തെറ്റത്ത്. എസി അച്ചു ഇതാ ഞോഞ്ഞി ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. വിടല്ല എന്നാ അവിടുന്ന്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പതുക്കെ ചലിക്കട്ടെ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീണ്ടും ഷോപ്പിങ്ങിന് തിരിഞ്ഞിരിക്കട്ടാ. ഇവിടെ നമുക്ക് എസിക്കും ഞോഞ്ഞിക്കും ഓരോ അടിപൊളി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ക്രിസ്മസിന് ഇടാന്ന് വെക്കണു. എങ്ങനെയുണ്ട്? എടുക്കാൻ പറ്റുമോ പുറത്ത്? ഇല്ല, പുറത്തെടുക്കാൻ പറ്റില്ല. കയ്യങ്കാലും വേണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ തൽക്കാലം അവിടെ ഇരുന്നോട്ടെ. എസിറ നോക്കട്ടെ. എസിറ വെറൈറ്റി സ്കേർട്ടാണല്ലോ. സ്കേർട്ടല്ലേ ഇത്? എന്റെ ഫേവറേറ്റ് കാർ ഫെരാരി. തന്റെ ഫേവറേറ്റ് കാർ ഏതാ? ലംബോർഗിനിയോ? എന്നിട്ട് താൻ എന്നാ ലംബോർഗിനി വാങ്ങണ്? എന്നാ വാങ്ങണ്? ഇപ്പളാ? തന്റെ അടുത്ത് പൈസ ഉണ്ടോ? ടോയാണോ? എവിടെയാ താൻ ലംബോർഗിനി ടോയ് ഉണ്ട്? അവിടെയാ വാങ്ങണത്? കാണിച്ചു തരേ? ഓക്കെ, പോകുമ്പോ വാങ്ങാം. അല്ല, ആദ്യം ഇത് കുടിച്ചിട്ട് പോവാം. അല്ല, ഇത് കുടിച്ചിട്ട് പോവാം. വാങ്ങാം. ആദ്യം അവിടെ കേറിയിരിക്കോ? നമുക്ക് ചായ കുടിക്കാം. കോഫി കുടിക്കാം. ആ എന്താ ഇപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ഗെയിം കളിക്കേ? കള്ളക്കളിയാണോ? എന്താ പൂജ്യം വെട്ടല്ലേ അത്? പൂജ്യം വെട്ടാട്ടാ കളി. നമ്മള് ഷോപ്പിങ്ങിന്റെ ഇടയില്, ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങിയതാണ്. അവിടെ ഇവിടെയും കേറി ഇറങ്ങി. സമയം ഇപ്പൊ എത്രയായി? 7:15. വൈകുന്നേരത്തെ ചായ അടിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കോഫി ഷോപ്പ് കയറിയിരിക്കുകയാണ്. എന്താ? ഗുഡ്. മതി. കളിക്കാം. റെഡിയാക്കി വെക്കേ. ഓക്കെ. വഴക്കൂടരുതേ. ഞോഞ്ഞിനായിട്ട് കളിക്കാൻ താൻ പഠിപ്പിക്ക് പൊന്നോ. താൻ പഠിപ്പിക്കതിനെ. ഞാൻ പഠിപ്പിക്കാം. ഇവിടെ ഗംഭീര പൂജം വെട്ട് കളി കേട്ടാ. 2 ടീമായിട്ടൊക്കെ തിരിഞ്ഞിട്ടാ കളിക്കണത്. ദവിടെ ഒരു ടീം, ദവിടെ ഒരു ടീം. ഭയങ്കര കളിയാണ്. ഇതൊരു കൂട്ടത്തലിനുള്ള എല്ലാവിധ വകുപ്പും ഉണ്ട്. ഒരു മിനിറ്റ് അച്ചു. അങ്ങനെയല്ല, ഒരു മിനിറ്റ്. അടിയിൽ വരയ്ക്കോ. ഓ, അച്ചു ഗംഭീര കളിയാട്ടാ. ഒരു മിനിറ്റ് അച്ചു. വെയിറ്റ്. നമ്മുടെ കളിയുടെ ഇടയിൽ നമ്മൾ ഒരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു മൊജീറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗംഭീര ഗെയിം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൂടി ആകെ ജഗപൊക കേട്ടോ. അച്ചു പതുക്കെ പിരികളൊക്കെ എനിക്ക് പോയി. ഹായ് അച്ചു, വാടോ. ഷുഗർ ഇല്ല. ഷുഗർ ഇതിലുണ്ട് ഓൾറെഡി. വാ, ഷുഗർ വേണ്ട. ഷുഗർ ഓൾറെഡി ഇതിലുണ്ട്. ഇതിലുണ്ട്. ഉണ്ട്. വാങ്ങാം. താൻ കളിക്കോ? ബാക്കി കളിക്കേ.
മതിയോ? ഈവനിങ് ആയി. ഞാൻ ഈ ചായ കാപ്പി ഒന്ന് കുടിച്ചോട്ടെ. രാവിലെ തൊട്ടിട്ടുള്ള അലച്ചിലാട്ടോ, നല്ല ക്ഷീണുണ്ട്. കോഫി ഒന്ന് കുടിച്ചോട്ടെ. വെട്ടിക്കെട്ട് കോഫിയാ പൊരിച്ചു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതാ നമ്മള് വീട്ടില് തിരിച്ചെത്തിട്ടോ. ഇനി സാധനങ്ങളൊക്കെ എവിടെങ്കിലൊക്കെ സ്ഥാപിച്ച് എല്ലാം എടുത്തു വെച്ച്. സമയം എത്ര മണി? 8:30. 8 മണിയായി. ഭക്ഷണം ഒന്ന് ഉച്ചക്ക് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ച് പോയി കിടന്നൊരു ഒറ്റ ഉറക്കം. അച്ഛനൊക്കെ ക്ഷീണിച്ച് ഇരിപ്പായി കണ്ടില്ലേ. അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണു. വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ. അച്ചു ബൈ.